പൊലിയാർന്ന ആലാപനത്തിലൂടെ ഗായക നിരയിലെ താരത്തിളക്കമായി മാറിയ ഗന്ധർവ ഗായകപുത്രൻ. പ്രേമും കോഹിലും എന്നും നിന്ന മൊയ്തീൻ, അമർ അന്തോണി, ചാർലി തുടങ്ങിയ സൂപ്പർ ഹിറ്റുകളിലൂടെ പോയ വർഷവും മലയാള സിനിമയിലെ സ്വരപൗരുഷമായി നിറഞ്ഞു. വനികരുടെയും ഈണത്തിന്റെയും ആത്മാവറിഞ്ഞ് ആരംഭിച്ച് ആസ്വാദക ഹൃദയങ്ങളിൽ അലിഞ്ഞിറങ്ങിയ ഈ പ്രേമഗാനം വിജയ് യേശുദാസിന് സമ്മാനിക്കുന്നത് മികച്ച ഗായകനുള്ള ആനന്ദ് ജി ബി ഫിലിമാണ്. പണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരാളായിരുന്നു അവരുടെ ആക്ടേഴ്സിന്റെ യൂവേഴ്സിൽ. പക്ഷെ അതിലേക്ക് ക്വാളിറ്റിയായിട്ട് തിരിച്ചു ഈ ഒരു യാത്ര അതിനെ കുറിച്ച് Manchester, thank you so much, Aditya. Thank you to Srikumar and entire team of Film Awards and Asianet as well. ചോദ്യം പറഞ്ഞില്ല, നല്ല കോൺടാക്ട്സിനൊക്കെ ടൈപ്പ് ചെയ്യാനാണ് എനിക്കറിയില്ല. കേടുവിട്ടാണ് തിരിച്ചുവിടാം, പക്ഷെ അതിനേക്കാൾ നല്ല കോർഡിനേറ്റർ തിരിച്ചു. പിന്നെ ഒരു സാമ്രാജ്യമായിരുന്നു താങ്കൾ കെട്ടിപ്പറ്റി. സത്യം പറഞ്ഞാൽ തിരിച്ചു വന്നപ്പോൾ വളരെ നല്ല ക്വാളിറ്റി അല്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇരുന്ന ക്വാളിറ്റി ആദ്യം മലയാളത്തിൽ കളി വന്നപ്പോൾ എനിക്ക് എവിടെ കുറേ ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. മലയാളം ദാസേട്ടനായിട്ടോ ദാസേട്ടൻ മകനായിട്ടോ മലയാളം ഇത്രേ അറിയുള്ളൂ എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങളും അങ്ങനെ കുറേ വർഷങ്ങൾ കോഴിക്കോട് കേരള സ്റ്റേറ്റ് വേദിക്കായിട്ടുള്ള വിശ്വസിക്കാൻ തുടങ്ങിയത്. സോ കേരളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ക്വാളിറ്റി കെട്ടതായത്. തീർച്ചയായിട്ടും ഈ മലയാളികളുടെ ഏത് പണി നടക്കുമെന്നുള്ള മനസ്സിലായി.